ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ രാജസ്ഥാനോട് വിട പറയുകയാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളായി രാജസ്ഥാനിലെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ സംസ്ഥാനമായ രാജസ്ഥാനിലെ നിരവധി കാഴ്ചകൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. അപ്പോൾ ഈ 8 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ ഉദയപൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് കരിപ്പൂരിലേക്ക്. അങ്ങനെ ഈ യാത്രയിലുടനീളം എല്ലാം ശുഭമായി പര്യവസാനിച്ചു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സന്ദർശിച്ച എല്ലാ സ്ഥലങ്ങളും അവിടുത്തെ എല്ലാ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ എനിക്കതിന് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. വീണ്ടും വീണ്ടും നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാ വിശേഷങ്ങളും കാഴ്ചകളും എൻ്റെ പ്രേക്ഷകർക്കായി ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് കരിപ്പൂരിലേക്ക് എത്തും. അങ്ങനെ ഈ യാത്രയുടെ അവസാനം നാട്ടിലേക്കുള്ള ലാസ്റ്റ് മൊമെൻറ്റിലാണ്. എല്ലാവരും ഫ്ലൈറ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയുടെ സന്തോഷം എല്ലാ മുഖങ്ങളിലും കാണാം. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. ഉദയപൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്. രാജസ്ഥാൻ യാത്രയിലുടനീളം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും കരിപ്പൂരിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്.
പുതിയ വീഡിയോസുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും. ഓക്കേ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഓക്കേ, ബൈ.